السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഒരു വിഷൻ മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ജില്ലയിലെയും യൂണിറ്റിലെയും സാരഥികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീക്ക് കൊണ്ട് ഇന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ഇത്തരം ഒരു പരിപാടിയിൽ ഇവിടെ സംഗമിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഈ ഒരു സൽക്കർമ്മം സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഈ ഒരു രീതിയിൽ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ, ആ ഖുർആനിൻ്റെ പഠനം, ആ പഠനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഒരു ഭാഗവാക്കാകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഒരു കൂടിയിരുത്തത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു ദുനിയാവിൽ നാം ചെയ്യുന്ന വേറെ ഏത് പ്രവർത്തനങ്ങളാവട്ടെ, കൂടിയിരുത്തമാവട്ടെ, ഈ ഇരുത്തങ്ങളൊക്കെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതും ഏറ്റവും നമുക്ക് പ്രയോജനപ്രദവുമായ ഒരു കൂടിയിരുത്തത്തിലാണ് നമ്മളുള്ളത്. കാരണം അള്ളാന്റെ കലാമായ ഖുർആന് അത് പഠിക്കുന്ന ഒരു ഇരുത്തം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഇരുത്തം വേറെ ഏതാണുള്ളത്? ഖൈറുക്കും മൻ തഅല്ലമ അൽ ഖുർആൻ വഅല്ലമഹു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അവർ ഖുർആൻ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവരാണ്. അപ്പൊ ഏറ്റവും ഉത്തമർ എന്ന് പറയുമ്പോൾ
പിന്നെ അതിനേക്കാൾ വലിയൊരു ഉത്തമരില്ലല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എത്രയുണ്ട്. ആ ഒരു കലാമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് സലീം സാറ് നിങ്ങളോട് സംസാരിക്കും. കുറഞ്ഞ സമയം മാത്രം, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും ഇനിയും സംസാരിക്കുകയും കണ്ടുമുട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സദസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു കല്യാണം ആവട്ടെ, നമ്മളവിടെ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്, നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് അല്ലേ. എന്നാൽ ഇവിടെ നമുക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളൊക്കെ പറയും, ആരോടെങ്കിലൊക്കെ കാണുന്ന സമയത്ത് സലാം ഒന്ന് ദുആ ചെയ്യണം കേട്ടോ എന്നറിയാം. ഒന്ന് ദുആ ചെയ്യണം. ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ദുആ എന്നുള്ളത്. ഒരാൾ നമ്മളോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ, ഇന്നലെയും കൂടി ഞാൻ നിങ്ങളെ കാര്യം അത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊരാൾ നമ്മളോട് പറയുമ്പോൾ നമുക്കത് അത് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നൊരു സന്തോഷത്തുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ഇങ്ങനെ വരുന്ന ഒരാൾക്ക് അസുഖമുണ്ട്, ഒന്ന് ദുആ ചെയ്യണം, ഹോസ്പിറ്റലിലാണ്, ഒന്ന് ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ സ്റ്റിക്കർ ഇടും, അല്ലാഹുമ്മ റബ്ബന്നാസ് ദിഹ്ബിൽ വസ്ഫി അൻത ശാഫിൽ, അല്ലാഹു ശിഫയാക്കട്ടെ, നാഥൻ ശിഫയാക്കട്ടെ, അസ്അലുല്ലാഹി അലീം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടുക. ഞാൻ ചോദിക്കുന്നത്, നമ്മളതൊക്കെ ഇട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥിക്കലുണ്ടോ? ഇനി ആ നടത്തുന്നതിൽ യഥാർത്ഥത്തിൽ എത്ര ആളുകൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കലുണ്ടാവും? ഇന്നൊരാൾക്ക് അസുഖമാണ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമുക്ക് നിർവഹിക്കാനുള്ള ഒരു പ്രാർത്ഥന ഒരു സ്റ്റിക്കറായിട്ട് ഇടുന്നു, അത്രമാത്രം. അതിലപ്പുറം ഒരു മനസ്സ് തട്ടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ആണോ നമ്മളത് നടത്തുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളേറ്റ് ഏറ്റവും അടുപ്പുള്ള ഒരാൾ, ആ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് പറ്റി എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മളത് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇന്നൊരാൾക്ക് പെട്ടെന്ന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇന്ന് നമ്മൾ കാണുന്ന സംസാരിക്കുന്ന നമുക്ക് ഏറ്റവും ബന്ധമുള്ള ഒരാൾക്ക് പെട്ടെന്ന് അസുഖമാണ് എന്ന് കേട്ടിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് കേട്ടാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ചിന്ത, ആലോചന, വേവലാതി ഒക്കെ ഉണ്ട്. അയാളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കണ്ടാൽ നമ്മൾ ചോദിക്കും, എങ്ങനെയുണ്ട്, കുറവുണ്ടോ, കാണാൻ പറ്റുമോ, എന്താണ് അവസ്ഥ ചോദ്യം. ആ ആൾക്ക് അസുഖം മാറി വീട്ടിലേക്ക് തിരിച്ചെത്തി എന്ന് കേൾക്കുന്നത് വരെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഇങ്ങനെ കിടന്നിട്ട് അത് ഇങ്ങനെ കളിക്കും. അപ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ തട്ടിയിട്ട് അറിയാതെ നമ്മൾ പറയേണ്ടത്, അത് ശിഫാക്കട്ടെ, അത് വേഗം ഒന്ന് റെഡിയാക്കട്ടെ അല്ലേ എന്നൊക്കെ നമ്മൾ നോക്കി അറിയാതെ തന്നെ നമ്മളെ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. നമ്മൾ വാട്സപ്പിലൂടെ കാണുന്ന ഒരു പ്രാർത്ഥന, നമ്മൾ ആ ഇടുന്ന സ്റ്റിക്കർ ഇങ്ങനെ മനസ്സിൽ തട്ടിയിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ളൊരു പ്രാർത്ഥന മാത്രമാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. നേരത്തെ പറഞ്ഞ ഈ രോഗിയുടെ രോഗം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നടത്തുന്ന മനസ്സിൽ തട്ടിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന, അത് നമുക്കെന്നെ നമ്മൾ അതിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അയാൾക്ക് ശിഫയാകണം, നമ്മൾ വെറുതെ പറയണല്ല, ആകണം എന്ന് പഠിച്ചവരുടെ ആത്മാർത്ഥമായിട്ട് തന്നെ എന്ത് ചെയ്യാണ് നമ്മൾ പറയാം. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് നാം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രമാത്രം വലുതാണ്. യഥാർത്ഥത്തിൽ അള്ളാന്റെ കലാമായ ഖുർആൻ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരാളല്ല, മലക്കുകളാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും വിശിഷ്ടരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ നന്നാകുകയാണെങ്കിൽ മലക്കുകളെക്കാൾ ഉയരാൻ പറ്റുന്നതാണ്.
കേടുവരാണെങ്കിൽ ശൈത്താനേക്കാൾ അധപ്പതിക്കാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പൊ അത്രയും ശ്രേഷ്ഠന്മാരായ മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവേ ഇവർക്ക് പുറത്തു കൊടുക്കണേ, അള്ളാഹുവേ ഇവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ എന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അല്ലെ, ഓരോ ഖുർആൻ ക്ലാസ്സിന് നമ്മൾ വന്നിരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, പിന്നെ എനിക്ക് പഠിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പോകാത്തത്, അല്ലെങ്കിൽ ക്ലാസ് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ സമയം ഞാൻ കുറേ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആകെ പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ക്ഷീണിച്ച് അപ്പോൾ അവിടെ ഇരുന്നാൽ അത് ഒന്ന് തലേ കയറില്ല. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഈ പ്രാർത്ഥന നമുക്ക് കിട്ടൂലേ, മലക്കിന്റെ അത് കിട്ടാൻ നമ്മൾ അവിടെ തന്നെ ഇരിക്കണ്ടേ. അപ്പൊ എന്ത് ക്ഷീണം ഉണ്ടെങ്കിലും നമ്മൾ അതും പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് നടക്കുകയാണെങ്കിൽ ആ 1 മണിക്കൂർ മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരെയും ഐഡന്റിഫൈ ചെയ്തിട്ടാണ് പ്രാർത്ഥന. പടച്ചോനെ ഇവന് പുറത്തു കൊടുക്ക്, ഇവന് കരുണ കാണിക്ക് എന്ന പ്രാർത്ഥന അത്രയും നേരം കിട്ടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. തീർന്നില്ല, ഈ വാനലോകത്ത് പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഇവർക്ക് പുറത്തു കൊടുക്ക്. എത്ര പക്ഷികളുണ്ട്! സമുദ്രത്തിലെ മത്സ്യങ്ങൾ, എത്ര മത്സ്യങ്ങളുണ്ട്! ഓരോ ദിവസവും രാവിലെ നോക്കി നിങ്ങൾ നമ്മളെ മീൻ മാർക്കറ്റിൽ എന്തൊക്കെ ഐറ്റം മത്സ്യം വരുന്നത്. ഓരോ ജംഗ്ഷനിലും അതേപോലെ തന്നെ പിന്നെ വാഹനത്തിലൂടെയും മറ്റൊക്കെ ആയിട്ട് എത്ര ലോഡ് കണക്കിനാണ് ഓരോ ദിവസം കടലിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നത്, നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇനി എത്ര മത്സ്യങ്ങൾ അവിടെ ഉണ്ട് ബാക്കി? എല്ലാ രാജ്യക്കാരും എത്ര മത്സ്യത്തെ ഓരോ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും എത്ര മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങൾ മുഴുവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന കിട്ടാൻ നിമിത്തമാകുക അത് അള്ളാഹിന്റെ കലാമായ ഖുർആൻ പഠിക്കുന്ന സമയത്ത്. എന്തെല്ലാം ഓഫറുകളാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളിന്റെ ആ ഒരു ഇരുത്തത്തിന് കിട്ടുന്ന പ്രത്യേകത, മാഹാത്മ്യം, അത് ചില്ലറ കാര്യമല്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ എന്ത് ടെൻഷനുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ ടെൻഷന്റെ ഒരു പരിഹാരം എന്താണ്? പലരും മരുന്ന് കുടിക്കും, ഡോക്ടറെ കാണും, ഭയങ്കര ടെൻഷനാണ്, അതുകൊണ്ട് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല ഗുളിക ഇങ്ങനെ, അല്ലെ, ചോറും തന്നെയേക്കാൾ കൂടുതൽ ഗുളികയായിരിക്കും ചില ആളുകളൊക്കെ കഴിക്കുക. ഇതൊക്കെ നിങ്ങൾ അള്ളാഹിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മൗഇളത്ത് വന്നിരിക്കുന്നു, സാരോപദേശം അത് നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയാം, വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഇത് നിങ്ങൾക്ക് ഹൃദയത്തിനുള്ള ശമനമാണ്, മനസ്സിനുള്ള ശമന ഔഷധമാണ്. അതേപോലെ തന്നെ വഹുദൻ, ഇതൊരു വഴിയകാട്ടിയാണ്, മാർഗദർശനമാണ്. വറഹ്മ, ഇത് കാരുണ്യമാണ്. ലിൽ മുഅ്മിനീൻ, ആർക്കാണ്? മുഅ്മിനീങ്ങൾക്കുള്ള. അവര് മുഅ്മിനാണോ അവന് ഖുർആന് ശിഫയാണ്, ഹുദയാണ്, സന്മാർഗമാണ്, ശമനമാണ്, എല്ലാത്തിനും പരിഹാരമാണ്. എന്നിട്ടൊരു മുഅ്മിനെ ടെൻഷൻ അനുഭവിക്കേണ്ട അവസ്ഥ എന്താ ഉള്ളത്? അതുകൊണ്ട് നമ്മൾ ഖുർആനെ അടുത്തറിയുമ്പോൾ മാത്രമാണ് നമുക്കത് കിട്ടുക. സഹോദരങ്ങളെ, നമ്മൾ എന്ത് ടെൻഷൻ അനുഭവിക്കണ്ടെങ്കിലും വേറെ എല്ലാ ചിന്തകൾ ഒഴിവാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാന്റെ ഖുർആൻ എടുത്തിട്ട് നമ്മൾ പാരായണം ചെയ്താണെങ്കിലോ മനസ്സാണ് സമാധാനപ്പെടും. ഓക്കെ, നിങ്ങള് പണ്ട് കാലങ്ങളിലൊക്കെ, അല്ലെ, കുറച്ച് മുമ്പ് വരെ നമ്മുടെ പള്ളികളിലൊക്കെ നമ്മളിങ്ങനെ കാണും, കുറേ ആളുകൾ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യും. ഒരു വെള്ളിയാഴ്ച മാത്രമല്ല, അസറൊക്കെ കഴിഞ്ഞാല് അതിന്റെ വാതിൽക്കലൊക്കെ ഇങ്ങനെ കാണും, ചുമരുകളൊക്കെ കാണും, കുറേ മനുഷ്യന്മാരിങ്ങനെ ഖുർആൻ. അതൊരു സൗന്ദര്യമായിരുന്നു. പള്ളിയിൽ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ആ വാതിൽക്കലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്ന കാണുന്ന സന്തോഷവും സമാധാനവും സൗന്ദര്യമായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ പലരും ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് വലിയൊരു സൗന്ദര്യവും സന്തോഷമൊക്കെ ആയിരുന്നു. ഇന്ന് നോക്കി നിങ്ങള് പള്ളികളിൽ ചെന്ന് അതൊക്കെ കുറഞ്ഞുകൊണ്ടിരുന്നു.
അതെന്തുകൊണ്ട് കുറഞ്ഞു? ഇന്നലകളിൽ അത് ഓതിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ മരിച്ചുപോയി. അപ്പൊ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് നിലനിൽക്കേണ്ടത്, കടന്നു വരേണ്ടത് ആരാ? പിന്നെ നമ്മളെപ്പോലുള്ള തലമുറകളാണ്. നമ്മളത് എടുക്കുന്നില്ല, അല്ല ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ പള്ളി ചുമരുകൾ, ആ പള്ളിയുടെ വാതിലുകൾ ഒക്കെ ഓതിക്കൊണ്ടിരുന്ന ആ ആളുകൾ മരിച്ചു തീർന്നതോടുകൂടെ ആ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയും അപ്രത്യക്ഷമായി. യഥാർത്ഥത്തിൽ ഖുർആൻ അതിൻ്റെ പാരായണം കുറഞ്ഞു പോകുക, അതിൻ്റെ പഠനം നിലച്ചു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് വലിയൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് ഒരു നാടിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം, ഒരു ബർക്കത്താണ് ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാകുക എന്ന് പറഞ്ഞത്. ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബർക്കത്താണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഖുർആനിലൂടെ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിമിൽ അതിന്റെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാണ്, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ. അള്ളാഹ് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാണ്. കാര്യങ്ങൾ വേഗം മനസ്സിലാകാനാണല്ലോ ഉദാഹരണം പറയുന്നത്. അപ്പൊ അതൊരു ഉദാഹരണം പറഞ്ഞുതരാണ്. എന്താ ഉദാഹരണം പറയുന്നത്? കെലിമത്തൻ ത്വയ്യിബത്തൻ, ഒരു നല്ലൊരു കെലിമത്തിന്റെ, ഒരു നല്ലൊരു ഒരു വാക്കിന്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്. അതെങ്ങനെയാണ്? കശജറത്തിൻ ത്വയ്യിബത്തിൻ, ഏറ്റവും നല്ലൊരു മരം പോലെയാണ്. അസ്ലുഹ സാബിത്തും ഫിൽ അർദ്, അതിന്റെ വേരുകളൊക്കെ ഭൂമിയിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഒരു മരത്തിന്റെ വേര് എത്രമാത്രം താഴോട്ട് ആഴ്ന്നിറങ്ങുന്നുവോ അത്രമാത്രം മരത്തിന് ഉറപ്പുണ്ടാവും. ഈ മരം അങ്ങനത്തെ മരമാണ്. അതേപോലെ ഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ ചില്ലകൾ, ശാഖകൾ അതിങ്ങനെ വാനത്തിങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു മരം. അള്ളാഹു പഠിപ്പിക്കുന്നത് കലിമത്തുൻ ത്വയ്യിബ എന്ന് പഠിപ്പിക്കുന്നത് അത് തൗഹീദിനെ പറ്റിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിനെ പറ്റിയാണ്. അതിനേക്കാൾ വലിയൊരു കലിമത്ത് വേറല്ല. അഫ്ദലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്കുമ്പോൾ എല്ലാ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ലത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്താണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അത് വേണം. ഖുർആൻ തുടങ്ങണല്ല ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട ശൈത്താനിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു. ആരോട്? അള്ളാഹുവിനോട്. തൗഹീദാണ്, അള്ളാഹുവിനോട് മാത്രമാണ്, അല്ലേ? അങ്ങനെ തുടങ്ങി ഖുർആൻ ആദ്യം തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ തൗഹീദാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു തൗഹീദാണ്. അങ്ങനെ ഖുർആൻ തുടക്കം മുതൽ ഇങ്ങനെ തൗഹീദ്, ഏറ്റവും അവസാനം വരെ, ഏറ്റവും അവസാനത്തെ സൂറത്തുൽ നാസ്. അതിൽ നമ്മൾ പറയാ, കുൽ നബിയെ പറയുക, അഊദു ഞാൻ രക്ഷ ചോദിക്കുന്നു, ബിറബ്ബിൻ നാസ് ജനങ്ങളുടെ രക്ഷിതാവിനോട്, അള്ളാഹുവിനോട്. ആരോടെ രക്ഷ ചോദിക്കുന്നു? അള്ളാഹിനോട്. തൗഹീദാണ്, അല്ലേ? തുടക്കം മുതൽ ഒടുക്കം വരെ തൗഹീദാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ കലിമത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് അള്ളാഹ് പറയാ, അത് ഉൾക്കൊണ്ടൊരു വിശ്വാസി ഉണ്ടല്ലോ, ആ വിശ്വാസി ഒരു ഉറച്ച മരം പോലെയാണ്. ആ മരം ഏത് മരാണ്? ഈത്തപ്പന മരാണ്. അതിമൊരു വണ്ടി പോയി ഇടിച്ചാല് ആ വണ്ടി കേട്ടിരുന്നല്ലാതെ അതിനൊന്നും പറ്റൂല. അതിങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്, അല്ലെ? അത്രമാത്രം ഉറപ്പാണ്. ആ ഉറപ്പുള്ള മരത്തോടാണ് ഒരു വിശ്വാസി, ഈമാനുള്ള, ഇഖ്ലാസുള്ള, ദീനുള്ള ഒരു വിശ്വാസിയെ ഉപമിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസിയാകണം നമ്മൾ. ആ വിശ്വാസിയാകാൻ എന്താ മാർഗം? നോക്കിങ്ങളെ, അങ്ങനെയുള്ളൊരു വിശ്വാസിയാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ആ ഒരു മരം പോലെ ആകാൻ പറ്റുള്ളൂ. അതിന് ആദ്യം എന്ത് വേണം? ഈമാൻ ഉറപ്പിക്കണം, ഇഖ്ലാസ് ഉറപ്പിക്കണം, അല്ലേ? നമ്മുടെ കർമ്മങ്ങളൊക്കെ ശരിയാകണം. അപ്പൊ അങ്ങനെ നമ്മുടെ വിശ്വാസം ശരിയാകണമെങ്കിൽ അതിനുള്ള മാർഗം എന്താണ്? വിശ്വാസം നമ്മൾ അറിയണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിനെ പറ്റി അറിയാനാ പറഞ്ഞത്. അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം, അല്ലേ?
ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാനാണ് പറഞ്ഞത്. ഓടിച്ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുക എന്നുള്ളതല്ല. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ മദ്രസയിൽ പഠിച്ചവരായിരിക്കും. മഹാബഹുഭൂരിപക്ഷം വരുന്നവരും സമസ്തന്റെ മദ്രസയിൽ പഠിച്ചവരായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അതൊരു തെറ്റിദ്ധാരണയാണോ ശരി ധാരണയാണോ? ശരി തന്നെയാണ് അല്ലേ? ഓക്കെ. അവിടെ ഞങ്ങളോട് ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ മദ്രസ പഠിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ ഷർത്ത് ഫർദ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? അല്ലേ? ഇപ്പൊ ഇസ്ലാം കാര്യങ്ങൾ നമ്മളിങ്ങനെ എണ്ണുമ്പോ ഒന്നാമത്തെ നമ്മൾ എണ്ണ ഷഹാദത്താണ്, 2 നിസ്കാരം, അല്ലേ? 3 സക്കാത്ത്, 4 നോമ്പ്, അങ്ങനെ പോകും. അപ്പോ ഇസ്ലാം കാര്യങ്ങളിൽ 1 ഷഹാദത്ത്, 2 നിസ്കാരം. ആ 2ന്റെ ഷർത്തും ഫർദൊക്കെ നമ്മൾ പഠിക്കണ്ട്. അതിന് മുമ്പ് ഒരു 1 ഉണ്ടല്ലോ, അതിന്റെ ഷർത്തോ ഫർദ് അങ്ങനത്തെ നമ്മൾ പഠിക്കലുണ്ടോ? ശരിക്കും 1 കഴിഞ്ഞാൽ 2, അല്ലേ? അപ്പൊ ആദ്യം അത് പഠിച്ചിട്ടല്ലേ ഇത് പഠിക്കേണ്ടത്, അല്ലേ? അപ്പൊ ആദ്യം അത് നമ്മൾ പഠിക്കണില്ല. നിങ്ങളെ മനസ്സിലുണ്ടോ എനിക്കറിയില്ല. അത് നോക്കിയിട്ട് നിങ്ങൾ സംസ്ഥാന മദ്രസയിലെ ആയതിലൊന്ന് നോക്കിയിട്ട് പാഠപുസ്തകത്തിൽ ഏതെങ്കിലും ഒന്നാമത്തെ ഷഹാദത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ അത് പഠിക്കേണ്ടത് നോക്കിയാലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലേ, അത് ശരിയായിട്ടല്ല ബാക്കിയുള്ള ശരിയാവണ്ടേ, അല്ലേ? അപ്പൊ അതെന്താ പഠിപ്പിക്കാത്തത്? മദർസ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ദീന് പഠിപ്പിക്കാനല്ല, ദീനിന്റെ അടിത്തറ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അതിന്റെ ഷർത്ത് പറഞ്ഞിട്ടല്ല ബാക്കിയുള്ളത് പഠിക്കേണ്ടത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് അതെന്താണ് അതിന്റെ ഷർത്തുകളൊക്കെ, അല്ലേ? നമ്മളങ്ങനെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തൊക്കെ ഉണ്ട്, അതെന്താ സംഭവം, അല്ലേ? സഹോദരങ്ങൾ, അതുണ്ട്, അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് ക്ലിയർ ആയിട്ടാണിത്. പിന്നെ നിസ്കാരം, അല്ലേ? പിന്നെയാണ് നോമ്പ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? നമ്മൾ ആയുസ് എത്ര വരെ ഉണ്ടാവും, അല്ലേ? നമ്മൾ ആയുസ് എത്ര വരെ ഉണ്ടാവും? തീർന്നിട്ട് നമുക്ക് പഠിക്കാൻ പറ്റൂലല്ലോ. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് മരണപ്പെട്ട് ഖബറിലെത്തുന്നതിന് മുമ്പ് പഠിച്ചു തീർത്ത് പോകേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഖബറിലെത്തുന്നതിന് മുമ്പ് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്ത് പോലും നമ്മൾ അറിയാതെയാണ് പോയത് എങ്കിൽ എന്ത് പിന്നെ നമ്മൾ ദുനിയാവിൽ നിന്ന് നേടിയത്? അതെന്തേ നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പൊ അത് നമുക്ക് പഠിക്കേണ്ടതല്ലേ? അതെവിടെ നമ്മൾ പഠിക്കുക? ചിലരൊക്കെ പറയും ഖുർആൻ വിളിച്ചാൽ ഞാൻ ക്ലാസ് ഇഷ്ടം പോലെയൊക്കെ ഞാൻ തഫ്സീറുണ്ട്, ഞാൻ വായിച്ചോളാം. എത്ര തഫ്സീറുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്? വായിച്ച തഫ്സീർ നമ്മൾ എത്ര ഇത് പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതൊരു ക്ലാസ്സും നമുക്ക് കിട്ടുള്ളൂ. ചിലരൊക്കെ പറയും ഞാൻ അവിടെ നിന്ന് കേട്ടോളാം, ഞാൻ ഇത് കേട്ടോളാം, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് വായിച്ചോളാം എന്നൊക്കെ പറയും. ഇല്ല സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആൻ അറബിയിലാണ്. അവർ അറബികളായിരുന്നു. അത് അവരെ കയ്യിൽ കൊടുത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ടാണ് വായിച്ചോളി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 മുതൽ 63 വരെയുള്ള 23 വർഷക്കാലം അവരുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്തത്? എന്തിനാ പഠിപ്പിച്ചു കൊടുത്തത്? അള്ളാഹു ജിബ്രീലിനെ പഠിപ്പിക്കാണ്, ജിബ്രീൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിക്കാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിക്കാണ്. അത് പഠിപ്പിച്ചപ്പോ ഇന്നലകളിലെ കാട്ടറബികളായ അവർ കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമൂഹം എന്നൊരു അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ കൊണ്ട് സാധിച്ചതാണ്. അത് ഖുർആൻ അവർ പഠിച്ചപ്പോണ്ടായതാണ്, അല്ലേ? ആ മാറ്റം, ആ വിപ്ലവം, ആ പരിവർത്തനം അള്ളാന്റെ കലാമായി ഖുർആൻ കൊണ്ട് അവർക്ക് നേടാൻ പറ്റി. ആ ഖുർആൻ, അതാണ് നമ്മുടെ ഷെൽഫിലുള്ള ഖുർആൻ, നമ്മുടെ മൊബൈലിലുള്ള ഖുർആൻ, നമ്മുടെ കയ്യിലുള്ള ഖുർആൻ, നാം ഓതുന്ന ഖുർആൻ. ആ ഖുർആൻ ഓതിയിട്ട് നമുക്ക് എന്തേ പരിവർത്തനമില്ലാതെ പോയത്? അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനുണ്ട്. യഥാർത്ഥത്തിൽ QHLS എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സംവിധാനം തന്നെ നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ വേരാണ്, ആധാരശിലയാണ്, തറയാണ്. അവിടുന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സാധാരണക്കാരൻ അവൻ മദ്രസ കഴിഞ്ഞവനാണ്, അവന് പഠിക്കാൻ അവൻ്റെ മുമ്പിൽ ഒന്നുമില്ല. അവനെനിക്ക് കോളേജിൽ പോകാൻ പറ്റില്ല, മദ്രസയിൽ പോകാൻ പറ്റില്ല. മദ്രസയിൽ പോയാൽ അഡ്മിഷൻ എടുക്കില്ല. അതുകൊണ്ട് അവൻ്റെ കോളേജാണ് QHLS എന്ന് പറയുന്നത്. അവൻ്റെ മദ്രസയാണ്, അവൻ്റെ സ്കൂളാണ്, അവൻ്റെ കലാലയമാണ്.
അവന്റെ എല്ലാമാണ് ആ QHLS എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിൽ സജീവമായിട്ടില്ലെങ്കിൽ അതിൻ്റെ എല്ലാ കുറവുകളും അവിടുത്തെ ആളുകൾക്കും അവിടുത്തെ കുടുംബങ്ങളിലും അവിടുത്തെ നാടിനും അതുണ്ടാകും. തീർച്ചയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇത് കലിമത്ത് തൗഹീദ് ശരിയാകുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിം ആകുക. ആ കലിമത്ത് തൗഹീദ് ശരിയാകണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം എന്ത് വേണം? നമ്മൾ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കണം എന്നതാണ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഉമ്മത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? റസൂല് വരുമ്പോൾ എങ്ങനെയാണ് നബി അവരെ നന്നാക്കിയത്? ഇന്ന് നമ്മളൊക്കെ പലതും ഇങ്ങനെ കാണണ്ടല്ലോ. മക്കളെയൊക്കെ സ്കൂളിലേക്ക് വിടാൻ നമുക്ക് പേടിയാണ് അല്ലേ? എന്തെങ്കിലും ഒന്ന് മൊബൈലോ മറ്റോ കാണുന്ന സമയത്ത് നമ്മൾ ഉടനെന്താ ആദ്യം ചിന്തിക്കുക? എൻ്റെ മോന് എൻ്റെ മോള് എന്ന് ചിന്തിക്കാത്ത ആരുണ്ടാകുക? അവിടെ MDMA ഒരാൾ പിടിച്ചെന്ന് കേൾക്കുമ്പോൾ, അല്ലെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നാട്ടില് നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ രണ്ട് കുട്ടികളെ ഏതെങ്കിലും മോശമായ അവസ്ഥയിൽ നമ്മൾ കാണുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? എൻ്റെ മോന് എൻ്റെ മോളെന്ന്. ഇത് ചിന്തിക്കാത്ത ഏത് ഉമ്മയും ബാപ്പയാണുള്ളത്? എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താകും എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ പോകുമ്പോൾ അവിടെ വീട്ടിൽ നിന്ന് കുട്ടികളോട് ഇറങ്ങുന്നുണ്ട്. അതിനേരം എങ്ങനെ തിരിച്ചു വരും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ലോകത്തല്ലേ ജീവിക്കണത് അല്ലേ? ഒരു ഉപ്പ എത്ര നേരം കൂടെ നടക്കാൻ പറ്റും? നമ്മൾ കൂടെ ഇല്ലെങ്കിലും അവര് തെറ്റിപ്പോകാതിരിക്കാൻ എന്താ പരിഹാരം? എന്താ മാർഗം? എന്താ വഴി? അല്ലേ? ഇത്തക്കില്ല ഹൈസുമാക്കുൻസ്, എവിടെയാണെങ്കിലും അവിടെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. അപ്പൊ എവിടെ പോയാലും അവിടെ അള്ളാഹിനെ സൂക്ഷിക്കണം. മോനും മോളും ആണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കണം. അത് പേടിക്കാതെ നമുക്ക് ആശങ്കപ്പെടാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ മോൻക്കും മോൾക്കും ആദ്യം എന്ത് വേണം? അള്ളാഹിനെ പറ്റിയുള്ള ബോധവും പേടിയും വേണം, അറിവ് വേണം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സ്കൂളിൽ 7ാം ക്ലാസ് പഠിക്കുന്നത് വരെ നമ്മളെ മക്കളൊക്കെ മദ്രസ പോകും. ഹൈസ്കൂളാകുമ്പോൾ മിക്ക കുട്ടികളും എന്ത് ചെയ്യാണ്? മദ്രസ പഠനം കഴിഞ്ഞിട്ടുണ്ടാവും. എന്ന് പറയുമ്പോൾ ഒരു 12 വയസ്സാകുമ്പോഴേക്ക്, ഏകദേശം 13 വയസ്സാകുമ്പോഴേക്ക് മദ്രസ തീർന്നു. നിസ്കാരം നിർബന്ധമാകുന്ന എത്രാമത്തെ വയസ്സ് മുതലാണ്? 10ാമത്തെ വയസ്സ് മുതലാണ് അല്ലേ? അവിടുന്ന് അങ്ങോട്ടാണ് ഒരു ശീലിക്കേണ്ടത്, നിർബന്ധമായും ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോഴാണ് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരു പ്രായപൂർത്തി എത്തുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ആ ഒരു പീരീഡിൻ്റെ അവസ്ഥയിലുണ്ടാകുന്ന പല വിധികളും അവൾക്ക് അറിയാനുണ്ട്. ആ സമയത്തെ ആകുമ്പോഴേക്ക് അവൾ പിന്നെ മദ്രസ നിന്നിട്ടുണ്ട്. പിന്നെ അവൾ എവിടുന്ന് പഠിക്കും അല്ലേ? ആവശ്യമാകുന്ന സമയത്ത് നിന്ന് പോകാൻ. ഇനി നോക്കിക്കൊള്ളിങ്ങൾ, ഹൈസ്കൂൾ 3 കൊല്ലം അവര് മദ്രസയിലല്ല, സ്കൂളിൽ മാത്രമാണ്. ആകെ പോണതൊരു ജുമാ കേൾക്കും. അതന്നെ മലയാളത്തിൽ കേൾക്കുന്ന ജുമാ ഉണ്ടാവില്ല. ഇനി പള്ളിയിൽ എത്തിയാൽ തന്നെ നിസ്കാരത്തിന് കൈയ്യട്ടിട്ടാണ് എത്തുക അല്ലേ? 3 കൊല്ലം അങ്ങനെയാണ് പോണത്. അത് കഴിഞ്ഞാൽ +1 +2 അതും പോണത് ഇങ്ങനെ തന്നെയാണ്. 5 കൊല്ലമായി. 3 കൊല്ലം ഡിഗ്രിക്ക് പോവുകയാണ്, അപ്പോൾ ഈ കോലത്തിൽ തന്നെയാണ് പോണത്. 8 കൊല്ലമായി. PGക്ക് പോകുന്നുണ്ടെങ്കിൽ 2 കൊല്ലം, 10 കൊല്ലമായി. നിങ്ങൾ ആലോചിച്ചോളി. നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും. സഹാബികൾ ചോദിക്കാണ്, മാ ജലാഉഹ, അള്ളാഹിന്റെ റസൂലെ ആ തുരുമ്പ് എങ്ങനെയാണ് മാറ്റുക? മനസ്സിന് തുരുമ്പ് പിടിച്ചാൽ എങ്ങനെ മാറ്റുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാനാ പറഞ്ഞത്. ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലേ? അപ്പൊ ഒരു ദിവസം നമ്മൾ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന് തുരുമ്പ് പിടിക്കും. 2 ദിവസം ഓതിയിട്ടില്ലെങ്കിൽ അല്ലേ? ഒരാഴ്ച ഓതിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു മാസം ഓതിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ തന്നെ എത്ര തുരുമ്പ് കയറി. അപ്പൊ നമ്മളിങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഈമാൻ കൂടും, തെക്കുവ കൂടും. ക്ലാസ് കഴിഞ്ഞാൽ ഇനി ഒന്ന് ഉഷാറാകണം എന്നൊക്കെ തോന്നും അല്ലേ? ആഴ്ചയിൽ ഒരു ക്ലാസ് നമ്മൾ വന്ന് കേട്ടു പോകുമ്പോൾ നമുക്കൊരു പരിവർത്തനം, ചിന്തയും മാറ്റമൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. ഈമാനൊന്ന് ഉഷാറാകും അല്ലേ? ഒരാഴ്ച നമ്മൾ കേട്ടിട്ടില്ലെങ്കിലോ ആ ദുർബലമായിട്ട് അങ്ങനെ പോവുകയില്ല.
അപ്പോ നമ്മുടെ മക്കൾ 10 കൊല്ലം ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഖുർആനോത്തോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ആ മനസ്സെത്ര തുരുമ്പൊടിക്കും. ആ മക്കൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ കുറ്റം പറയാൻ പറ്റുമോ? അടിസ്ഥാനപരമായ കാരണം എന്താണ്? ആ കാരണം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അവർക്കെന്ത് ലിബറലിസം, അവർക്കെന്ത് ജെൻഡർ ന്യൂട്രാലിറ്റി, അവരെന്താണോ കാണുന്നത് അതാണ് അവരുടെ റോൾ മോഡൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ മക്കൾ വഴിതെറ്റാതിരിക്കാൻ എന്താ പരിഹാരം? കുടുംബസമേതം നമ്മൾ അള്ളാന്റെ കലാമായ ഖുർആൻ പഠിക്കുക എന്നുള്ളത് തന്നെ. അത് പഠിച്ചാൽ ഈ പറഞ്ഞ ഈമാൻ ഉണ്ടാവും, തഖ്വ ഉണ്ടാകും, അറിവുണ്ടാകും. ആ കുട്ടി തെറ്റിപ്പോകില്ല. ആ കുട്ടി എവിടെ പോയാലും തെറ്റിപ്പോകില്ല. എവിടെ പോയാലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവും. ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് സഹോദരങ്ങളെ. ഒരു ആറാബി ഒരു മണൽക്കാട്ടിൽ അകപ്പെട്ട് അവർ രണ്ടുപേരും മാത്രമാണുള്ളത്. വഴിതെറ്റി അങ്ങനെ രണ്ടുപേരും സന്ധിച്ചതാണ്. ആ സമയത്ത് ഈ ആറാബിയത്തിനെ ഹറാമിന് ക്ഷണിക്കുകയാണ്. ഇവിടെ ആരുമില്ല, നമ്മളെ കാണാൻ ആ നക്ഷത്രങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് രാത്രി നമുക്ക് സന്ധിക്കാം എന്ന് ആറാബിയത്തിനോട് പറഞ്ഞപ്പോ ആറാബിയോട് പറയുന്ന ഒരു വാക്കുണ്ട്, ആ നക്ഷത്രങ്ങൾക്ക് പിന്നിലൊരു റബ്ബില്ലേ, ആ റബ്ബ് ഇത് കാണൂലേ? അതിനെങ്ങനെ മറച്ചു വെക്കാൻ പറ്റും? ഈ ചോദ്യത്തിന് മുമ്പിലാണ് ആ ആറാബി പതറിപ്പോയത്. ആറാബി വിട്ടുനിന്നു. നോക്കിങ്ങളെ, ഒരാണും ഒരു പെണ്ണും മാത്രം ഒരു മരുക്കാട്ടിൽ വേറെ ആരുമില്ല, ആരും കാണാനില്ല, ആരും അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് റബ്ബ് കാണുന്നുണ്ട് എന്നൊരു ബോധത്തിൽ നിന്ന്, ഒരു തെറ്റിൽ നിന്ന്, ഒരു ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, എന്താ കാര്യം? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ അറിയാന്നുള്ളതാണ്, അല്ലാഹുവിനെ അറിയാന്നുള്ളതാണ്. അതല്ലേ ഖുർആൻ ക്ലാസ്സിലൂടെ അറിയുന്നത്? അതല്ലേ ഇതുപോലുള്ള സംഗമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്? അതാണ് ഈ ഉമ്മത്തിന്റെ തുടക്കം കേടുവന്നപ്പോ നന്നാക്കിയത് അള്ളാന്റെ കലാമായ ഖുർആൻ കൊണ്ടാണെങ്കിൽ അവസാനവും നന്നാക്കാൻ ഈ ഖുർആൻ കൊണ്ടല്ലാതെ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ കേടുവന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പഠനം വ്യാപിപ്പിച്ച് ആളുകളിലേക്ക്, വീടുകളിലേക്ക് കയറി ചെന്ന് അവിടെ ചെന്ന് സംസാരിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നാൽ അയാള് മരിക്കണത് വരെ ചെയ്യുന്ന എല്ലാ നന്മന്റെയും കൂലി നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, നമ്മളെ കൊണ്ട് ഒരാൾ ക്ലാസ്സിന് വരികയാണ്, നിസ്കരിക്കാത്തൊരുത്തനെ ക്ലാസ്സിന് വന്നിട്ട് ഒന്ന് നിസ്കരിക്കാൻ തുടങ്ങി, നമുക്കൊരു ദിവസം 5 വക്ത് നിസ്കാരത്തിന്റെ കൂലിയ കിട്ടുക. നമ്മളെ കൊണ്ട് ഒരാൾ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം 10 വക്ത് നിസ്കാരത്തിന്റെ കൂലിയ കിട്ടണ്ടേ? നമ്മൾ എത്ര നിസ്കരിക്കണം? 5 വക്ത് മാത്രം. 10 ആള് നമ്മളെ കൊണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ ആ 10 ആൾ 5 വക്ത് നിസ്കരിച്ചിട്ട് 50 വക്ത് നമുക്ക് കിട്ടണ ഒരു ദിവസത്തിന് 55 വക്ത് നിസ്കാരത്തിന്റെ കൂലിയ കിട്ടണത് അല്ലേ? അയാൾ ഖുർആൻ ഓതുമ്പോ ഒരക്ഷരത്തിന് 10 കൂലി വെച്ചിട്ട് നമ്മളെ അക്കൗണ്ടിലും കൂടെ വരുന്നുണ്ട്. അങ്ങനെ എത്ര ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്? അവരിലേക്ക് കടന്നു ചെന്ന് അവരെ കൂടെ ക്ഷണിച്ച് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് എത്തിയാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വിപ്ലവവും മാറ്റമായിരിക്കും ഉണ്ടാവുക. ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. 1-2 അനുഭവം മാത്രം പറയാണ്. ഒരിക്കൽ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, ഒരു ബിൽഡിങ്ങിന്റെ മേലെ ഒരു റോഡ് സൈഡിലാണ്, ഒരു വാടകക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് തുടങ്ങാണ്. നമ്മൾ ആലോചിക്കണം, ചില സ്ഥലത്തൊക്കെ ക്ലാസ് തുടങ്ങാൻ പറയുമ്പോൾ ഇവിടെ നമുക്ക് സ്ഥലമില്ല, സൗകര്യമില്ല എന്നൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞിട്ട് ഒഴിവാകരുത് അല്ലേ? ഒരു സ്ഥലത്ത് അവർ വാടകക്കാണ് ഇത് നടത്തുന്നത്. അങ്ങനെ 2ാമത്തെ നിലയിൽ, ഫസ്റ്റ് ഫ്ലോറിലാണ് ക്ലാസ് നടക്കുന്നത്. ആ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആ റോഡ് സൈഡിലൂടെ കുറേ ആളുകൾ കടന്നു പോകും. അങ്ങനെ ഒരു ക്ലാസ് നടക്കുന്ന ദിവസം ഒരു 10-18 വയസ്സുള്ള ഒരുത്തൻ ആ ക്ലാസ്സിലേക്ക് കയറി വരികയാണ്. അത് കഴിഞ്ഞ് പിറ്റേത്തെ ആഴ്ചയും അവന് വരികയാണ്. അതിൻ്റെ പിറ്റേത്തെ ആഴ്ച അവൻ്റെ ഉമ്മയും ബാപ്പയും കുടുംബസമേതാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. അവൻ ആരായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? ഒരുപാട് ജീവിത പ്രശ്നങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഫാമിലി കുടുംബസമേതം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഫാമിലിയാണ്. ആലോചിച്ചു, കുടുംബസമേതം ഇന്ന് നാളെ എന്ന് പറഞ്ഞാൽ എണ്ണി നിൽക്കുകയാണ്.
ജീവിതത്തോട് മടുപ്പനുഭവിച്ച് പല കാരണങ്ങൾ കൊണ്ട് അവർ ആത്മഹത്യ തീരുമാനിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ആ മോൻ വന്നിട്ട് എന്ത് ചെയ്യണത്, ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണത്. ഓനത് കേട്ട് അപ്പൊ ഒരു ജീവൻ കിട്ടിയതുപോലെ അവരെന്ത് ചെയ്തു, വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഉമ്മ പാപ്പ നമ്മൾ ചിന്തിച്ച പോലെ നല്ല കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മളൊന്ന് പുനരാലോചിക്കാനുണ്ട്. അങ്ങനെ വീട്ടിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനു വേണ്ടി തീരുമാനിച്ച മകൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. പിറ്റേത്തെ ആഴ്ച ക്ലാസ്സിന് വന്നിട്ട് അവൻ വീണ്ടും പോയിട്ട് കാര്യങ്ങൾ പറയാൻ. അതിൻ്റെ പിറ്റേത്തെ ആഴ്ച കുടുംബത്തെ മൊത്തം കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇന്ന് ആ കുടുംബം മുഴുവൻ ആത്മഹത്യ നിന്ന് രക്ഷപ്പെട്ടെന്ന് മാത്രമല്ല ഏറ്റവും നല്ല ദീനി പ്രവർത്തകന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായതാണ് അല്ലേ? ആ വാടക ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് ആ മോചനം കിട്ടുമായിരുന്നു. അപ്പോൾ നോക്കി, നമ്മൾ വിചാരിക്കാത്ത നിമിത്താണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് സ്ഥലമില്ല, നമുക്ക് സൗകര്യമില്ല. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ വലിയ സൗകര്യമുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ദൂരപ്രദേശത്ത് നിങ്ങൾ വരുന്നതാണെങ്കിൽ, അവിടുന്ന് നിങ്ങൾ ഒരാളാണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ക്ലാസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് ചുറ്റുള്ള വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് അവിടെ ഒരു 10 കുടുംബത്തിനെങ്കിലും അവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നേക്കാൾ ഏറ്റവും നല്ലത് അവിടെ ആയിരിക്കും. നിങ്ങൾ ഒരാൾ മാത്രമേ ഇങ്ങോട്ട് വരിക, അവിടെ ആകുമ്പോൾ അത്രയും ആൾക്കാരെയും കൂടി അവിടെ എത്തിക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ട് സാങ്കേതികത്വങ്ങൾ നമ്മൾ പറഞ്ഞ്, തടസ്സങ്ങൾ പറഞ്ഞ് നമ്മൾ നിൽക്കാതെ നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എത്ര ആളുകൾക്കാണ് മോചനവും ആശ്വാസം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് പഠിക്കുമ്പോൾ അതിൻ്റെ ബർക്കത്തുണ്ടാവും. അതിൻ്റെ എല്ലാ നിലക്കുള്ള ഗുണങ്ങളും നമുക്കുണ്ടാവും, ഒരു സംശയവുമില്ല. അപ്പോൾ നോക്കി നിങ്ങൾ, നമ്മുടെ ഈ ഇടയായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ പിന്നെ ചില പരിഷ്കരണങ്ങൾ വരുത്തിയിരുന്നു കഴിഞ്ഞ വർഷം. രക്ഷിതാക്കളൊക്കെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഈ വർഷം വന്ന ഒരു തുടക്കത്തിലുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. എന്താണ്? 15 ദിവസത്തോളം പാഠപുസ്തകം പോലും മാറ്റിയിട്ട് കുട്ടികൾക്ക് ധാർമ്മികത പഠിപ്പിക്കണം എന്നാണ്. പാഠപുസ്തകം പോലും മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ധാർമ്മികത പഠിപ്പിക്കണം. എവിടെ? സ്കൂളുകളിൽ. ആദ്യം മാഷ്മാരത് പഠിപ്പിക്കാൻ വന്നാൽ എന്താ കുട്ടികളെ, മാഷെ നിങ്ങളെ പണി എടുത്താൽ മതി, ഞങ്ങൾ എന്ത് ചെയ്തൊന്നും പറയാൻ നിങ്ങൾ നിൽക്കണ്ടെന്ന് പറയും. ഇപ്പൊ അങ്ങനെ പഠിപ്പിക്കണം എന്ന് പറയണമെങ്കിൽ അത്രയും മോശമായിട്ടുണ്ടെന്നല്ല എൻ്റെ അവസ്ഥ അല്ലേ? യഥാർത്ഥത്തിൽ ഇങ്ങനെ മോശമായത് എങ്ങനെയാണ്? നമ്മുടെ പാഠപുസ്തകത്തിലൂടെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും മറ്റും കടന്നു വന്നപ്പോണ്ടായ ദുരന്തം നോക്കി നിങ്ങൾ തീർന്നോ? ഇല്ല അല്ലേ? ഇപ്പൊ നോക്കി നിങ്ങൾ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് വന്നത് എന്താ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സർവകലാശാലയാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എത്ര ഉണ്ട്? അതിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളുടെ നിലവാരം എത്ര ഉണ്ടായിരിക്കണം? അത്രയും നിലവാരത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവകലാശാലയിലെ സിലബസ് ആയിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പോയത് എന്താണ്? വേടന്റെ പാട്ടാണ്. ആ വേടൻ എന്താ പാടുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? അത് സിലബസ് ആയിട്ട് വരികയാണ്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മളൊക്കെ സ്കൂളിൽ മദർസിലൊക്കെ പഠിച്ചാണ്, മദർസ് മാറ്റിയെടുക്കുക. സ്കൂളിൽ പണ്ടൊക്കെ നമ്മൾ പഠിച്ച നമ്മളെ പാഠങ്ങൾ നമ്മൾ ഓർത്ത് നോക്കി, ഇന്നും നമുക്ക് ഓർമ്മയില്ലേ? 1-ാം പാഠം, 2-ാം പാഠം, 3-ാം പാഠം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ഓരോ പാഠത്തിനും നമ്മളൊരു മൂല്യം പഠിച്ചിരുന്നു, വാല്യൂ പഠിച്ചിരുന്നു അല്ലേ? ഒരു പാഠമാണെങ്കിൽ അതിലൊരു വാല്യൂ, എന്തെങ്കിലും ഒരു മൂല്യം കൂടെ നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു അല്ലേ? ഇതൊക്കെ വന്നാൽ എന്ത് മൂല്യമാണ് അതിലൂടെ കിട്ടുന്നത്? അപ്പോൾ വരും തലമുറ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ നശിക്കാൻ സഹായകമാകുന്ന കാര്യം എങ്ങോട്ടാണ് ഒഴുകുന്നത്, ആ ഒഴുക്കിനനുസരിച്ച് തള്ളിവിടുന്ന ഒരവസ്ഥയിലൂടെ പോകുമ്പോൾ പിന്നെ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? എന്താ പ്രതീക്ഷിക്കാനുള്ളത് അല്ലേ? ഇവിടെ നമുക്കറിയാം, ഈ അറബിക് സിലബസിൽ പോലും അഫ്ദലുൽ ഉലമ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സിലബസിൽ പോലും പേര് മാത്രമാണ് അഫ്ദലുൽ ഉലമ എന്നുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ മോഡേൺ ലിറ്ററേച്ചറാണ് പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനെ വിട്ടുകൊണ്ട് ആധുനികവൽക്കരിച്ചുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വലിയ സംഭവമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയുണ്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി. അതിൻ്റെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഒരു ലേഡിയാണ്. ഒരു ടൗസറും ബനിയനിട്ടിട്ടാണ് വരിക. ഹെഡാണ് അല്ലേ? അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അപ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ അല്ലേ?
സഹോദരങ്ങളെ, ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഉണ്ടാകുന്നതല്ല, അത് പഠിപ്പിച്ചിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളും വരും തലമുറയും, കാലം കുറേ മാറ്റങ്ങൾ വന്നപ്പോൾ പലതും നമുക്കിങ്ങനെ അന്യമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ച് നടന്നിട്ടില്ലെങ്കിൽ നമ്മളും പെടും, എല്ലാവരും പെടും, ഒരു സംശയവും അതിൽ വേണ്ട. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കൃത്യമായിട്ട് തന്നെ അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അന്യമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും പ്രതീക്ഷിക്കണ്ട. ഒരു കഥ പറയാറുണ്ട്, ഒരു കഥയാണ്. ഇനി അത് ഖുർആനിൽ ഏതായത്താണെന്ന് നമ്മൾ ചോദിക്കാൻ നിൽക്കണ്ട. അതായത് ഒരു നാട്ടിൽ ഒരു ആളുകൾക്കൊക്കെ ധാർമ്മിക ബോധമൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നമ്മളൊരു പുരോഹിതൻ, ഒരു പദപണ്ഡിതൻ എന്നൊക്കെ പറയുന്ന ഒരാൾ. അപ്പം അയാൾ ഈ വേനൽക്കാലത്ത് മഴ പെയ്തപ്പോൾ ആ നാട്ടിലെ ആളുകളോട് പറഞ്ഞ്, ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ഒരു കുളത്തിലിങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കുളത്തിലിങ്ങനെ വെള്ളം കാണുമ്പോൾ എല്ലാവരും പോയിട്ട് ചാടി നീന്തി കുളിക്കും. അപ്പം അയാൾ പറഞ്ഞ്, ആരും അതിൽ പോയിട്ട് നീന്തരുത്, നീന്താൽ നിങ്ങളൊക്കെ ഭ്രാന്തന്മാരാകുന്നതാണ്. അങ്ങനെ ആദ്യമൊക്കെ ആൾക്കാർ ഇങ്ങനെ കേട്ട്, പിന്നെ ഒരുത്തം പോയി ചാടി. അപ്പം അത് കണ്ടപ്പോൾ ബാക്കിയുള്ള വേറെ ചില ആൾക്കാർക്ക് ഒരു രസം, അപ്പോൾ ഓരും പോയി ചാടിയാലൊക്കെ ഇങ്ങനെ ഭ്രാന്തന്മാരായിട്ട് മാറും. അങ്ങനെ ഇവരെ തുള്ളലും കളിയൊക്കെ കണ്ടിട്ട് എല്ലാവരും പോയിട്ട് ചാടി. അവസാനം ഈ പണ്ഡിതനല്ലാത്ത എല്ലാവരും ചാടി. ഇപ്പോൾ നാട്ടിൽ മൊത്തം ആരാളുള്ളത്? ഭ്രാന്തന്മാരാണ്. ഇപ്പം ഇയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവസാനം ചെയ്തത് ഇയാളും കൂടി പോയിട്ട് അതിൽ ചാടി അല്ലേ? കാരണം ബാക്കിയുള്ളവർ ജീവിക്കാൻ പറ്റില്ല. അവസാനം ഇയാളും കൂടെ പോയി ചാടിയിട്ട് എന്തായി? ഇപ്പം എല്ലാവരും ഒരേപോലെ ആയിരുന്നു അല്ലേ? ഈ അവസ്ഥയുടെ വരിക. ഹറാമ് ഇങ്ങനെ കയറി വരുമ്പോൾ ആദ്യം ഒരാൾക്കാർക്കും അത് രസമായി തോന്നും, ഓനതിൻ്റെ പിന്നാലെ പോയി. പിന്നെ വേറെ രണ്ടാൾക്ക് തോന്നും. അങ്ങനെ എല്ലാവരുമായിട്ട് മാറിയിട്ട് നമ്മൾ വിചാരിക്കണ്ട, ഞാനും എൻ്റെ ഭർത്താവും അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ നല്ല ദീനിയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സേഫാണ് എന്ന് ഒരിക്കലും വിചാരിക്കണ്ട. നമ്മളെ വീട് നല്ല വീടാണ് സഹോദരങ്ങളെ. നമ്മളെ ചുറ്റും മതിലുണ്ട് അല്ലേ? മഴക്കാലാണല്ലോ, മഴ പെയ്തിട്ട് നമ്മളെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മളൊരു ഉയരത്തൊരു പ്രദേശമാണ് വെച്ചോളി, അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിങ്ങനെ തുടങ്ങിയാൽ നമ്മളെ വീടിന് എന്താ ഉറപ്പുണ്ടാകുക? ഇടിഞ്ഞിടിഞ്ഞ് അവസാനം നമ്മളെ മതിലടിയും, നമ്മളെ മിറ്റടിയും, നമ്മളെ ചുമരടിയും, നമ്മളടക്കം താഴെ പോകും. ഇതാണ് നാട്ടിൽ ഹറാമുണ്ടായാൽ. അത് അവിടെ അല്ലേ, ഇവിടെ അല്ലേ, മറ്റിടത്തല്ലേ, മറിച്ചിടത്തല്ലേ, ഓലല്ലേ, മറ്റോല മക്കളല്ലേ, അവരല്ലേ, അന്യരായിട്ട് നമ്മൾ കാണും. പക്ഷെ നമ്മളെ ഉള്ളിലെത്തിയത് അതിൻ്റെ പൂർവമായ അപകടത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയാം അല്ലേ? അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ കണ്ടില്ലേ ഭയങ്കര വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൂംബ ഡാൻസ്. അതിൻ്റെ കാരണം പറയുന്നത് ലഹരി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സൂംബ. ഈ DJ എന്ന് പറഞ്ഞ പാർട്ടി നടക്കണമൊക്കെ നമ്മൾ കണ്ടില്ലേ? എല്ലാ ലഹരിയും നടക്കുന്നത് അവിടെയാണ്. ഒരു ഗാനമേള ഉണ്ടെങ്കിൽ അവിടെ ലഹരി അല്ലേ? ഒരു വയല് ക്ലാസ് ആണെങ്കിൽ അവിടെ ലഹരി അങ്ങനെ കിട്ടൂല വാങ്ങാൻ അല്ലേ? നല്ലൊരു DJ പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ലഹരി നന്നായിട്ട് കിട്ടും അവിടെ. അങ്ങനെയുള്ള സംഭവങ്ങൾ മുഴുവൻ വരുന്നത് ഇത്തരം ഡാൻസും കൂത്താട്ടത്തിലൂടെയാണ്. ആ സാധനം നമ്മളെ സ്കൂളിലെ മക്കളിൽ പഠിപ്പിക്കുന്നത് ലഹരി ഇല്ലാതാക്കാൻ. എങ്ങനെ അത് ലഹരി ഉണ്ടാകാതിരിക്കാം അല്ലേ? അത് നിർവഹിക്കുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 മിനിറ്റ് നമ്മളിരുന്ന് ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മുടെ ഈമാൻ എത്ര വർദ്ധിക്കും, തഖ്വ എത്ര വർദ്ധിക്കും, നേരത്തെ പറഞ്ഞ മാറ്റങ്ങൾ എത്ര ഉണ്ടാവും എന്നാ നോക്കിങ്ങൾ. ഈ ഒരു സംഭവം 10 മിനിറ്റ് നേരം തുള്ളിച്ചാടിയാൽ കുട്ടികൾക്ക് ഈമാൻ കൂടുകയില്ല, അതിൽ ഉള്ളതും കൊളാകുകയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ഒരു സത്വമാണ് തകർന്നുകൊണ്ടിരിക്കുന്നതിന്, തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഇതൊന്നും ഒരു തമാശക്ക് ഇങ്ങനെ കയറി വരുന്നതല്ല, തമാശക്ക് കയറി വരുന്നതല്ല. വളരെ ബോധപൂർവം തന്നെ ഇസ്ലാമിൻ്റെ സത്വം അത് തകർക്കപ്പെടാനുള്ള കാരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് വരും തലമുറ ഒപ്പിച്ച് നമ്മൾ സാധാരണ പറയണ്ടല്ലോ, കാലിനനുസരിച്ചിട്ടാണ് ചെരുപ്പ് മുറിക്കേണ്ടത്, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ വന്നാലും അല്ലേ സമുദായം കേടുവരിക. ഹറാമുകൾ ഉപയോഗിക്കുമ്പോഴാണ്. ആ ഹറാമ് കൊണ്ട് എങ്ങനെ നന്നാക്കാൻ പറ്റും? നന്നാക്കാൻ പറ്റില്ല
അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത നമുക്ക് ഈ വിഷയത്തിൽ വേണം. എത്രയാണ് നമുക്ക് കൂലി കിട്ടുന്നത് അല്ലേ? മനസ്സിലാരിസന പറയുന്നുണ്ട്, നിങ്ങളെ മക്കൾ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്താൽ ഉമ്മാക്കും ബാപ്പാക്കും നാളെ പരലോകത്തിൽ സ്വർഗത്തു നിന്നുള്ള ഒരു ഒരു കിരീടം അണിയിക്കുന്നതാണ് അല്ലേ? മക്കൾ ഖുർആൻ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന കൂലിയാണ്. എത്ര കൂലികളാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. നാളെ പരലോകത്ത് സ്വർഗം ഒരാൾക്ക് തീരുമാനിക്കപ്പെടുന്നത് അയാളോട് പറയും, നിങ്ങൾ ഖുർആൻ ഓതുക. ദുനിയാവിൽ എത്ര ഓതിയിട്ടുണ്ടോ അത് ഓതിക്കോളി. അങ്ങനെ ഓതിയിട്ട് സ്വർഗത്തിന്റെ ദറജ കയറിക്കോളും. അവർ ഓതും, അങ്ങനെ കയറും. അങ്ങനെ ഇവിടുന്ന് ഓതിയതൊക്കെ അല്ലാഹു ഓതാനുള്ള തൗഫീഖ് കൊടുക്കും. കയറി കയറി ഏറ്റവും അവസാനം മരണപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി ഓതിയ ആയത്തിന്റെ അവസാനം എത്തുമ്പോ അവരവിടെ നിൽക്കുകയാണ്. അപ്പൊ അല്ലാഹു അവരോട് പറയാണ്, ഇതാണ് സ്വർഗത്തിലെ നിങ്ങളെ സീറ്റ്, ഇതാണ് സ്വർഗത്തിലെ നിങ്ങളെ സീറ്റ്. അപ്പൊ അവര് മേലോട്ട് നോക്കുകയാണ്. അപ്പോൾ മേലുള്ള കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ആരാ? ഇവരെയും കാട്ടി ദുനിയാവിൽ ഖുർആൻ ഓതിയതാണ്. പ്രിയമുള്ളവരെ, അപ്പോഴാണ് ഇതിന്റെ നഷ്ടം മനസ്സിലാകുക. അപ്പോഴാണ് നഷ്ടം മനസ്സിലാവുക. നമ്മളെ മൊബൈലിൽ ഒരുപാട് സമയം നമ്മൾ കളിച്ചു തീർത്ത സമയത്തിന്റെ വില എന്തായിരുന്നു എന്ന് നമുക്ക് അവിടുന്ന് തിരിച്ചറിയും. അനാവശ്യമായി നമ്മൾ കൊന്നു തീർത്ത സമയങ്ങളുടെ വില എന്തായിരുന്നു എന്ന് നമുക്ക് അവിടുന്ന് തിരിച്ചറിയും. അതുകൊണ്ട് നമ്മുടെ സ്വർഗത്തിലെ സീറ്റ് എവിടെ എന്ന് നിശ്ചയിക്കുന്നതും അള്ളാന്റെ കലാമായ ഈ ഖുർആൻ എത്ര നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ അതാണ്. അതുകൊണ്ട് അത്രയും നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കണം. ഒരു ദിവസം പോലും നമ്മൾ ഒഴിവാക്കാതെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരമണിക്കൂർ നമ്മൾ ഓതുകയാണെങ്കിൽ ഒരു ജുസു മൊത്തം നമുക്ക് തീർക്കാം ഓതിയിട്ട്. ഒരു ദിവസം 30 ദിവസം കൊണ്ട് ഖുർആൻ ഫുള്ളായിട്ട് ഒരു മാസം കൊണ്ട് തീരും. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഓതുകയാണെങ്കിൽ ഒരു കൊല്ലം നമുക്ക് 12 പ്രാവശ്യം ഓതി തീർക്കാം. നമ്മളെല്ലാവരും ഒരുങ്ങലപ്പോഴാണ് റമദാൻ മാസത്തിൽ ഖത്തം തീർക്കാനാണ് ഓതുക അല്ലേ? എന്നിട്ട് 1, 2, 3 പ്രാവശ്യം ഓതിയിട്ട് അത് വലിയ വീമ്പ് പറയും അല്ലേ? ഇങ്ങനെ നമുക്ക് എത്ര പ്രാവശ്യം ഓതാൻ സമയമുണ്ട്? പ്രിയമുള്ളവരെ, നാം ഉപയോഗപ്പെടുത്തുക. ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് കേൾക്കുന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇതിന് ശേഷമുള്ള ഒരു സ്ലൈഡ് കൂടെ നിങ്ങൾക്ക് കാണാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സൗകര്യപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അള്ളാഹു നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം ഏറ്റവും വലിയൊരു നിഅമത്താക്കി അള്ളാഹു നമുക്ക് മാറ്റി തീർക്കുമാറാവട്ടെ. ഇതിലൂടെയുള്ള എല്ലാ ബർക്കത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് ഉയർത്തപ്പെടും എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള മഹാ തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി